ചെമ്പ്രവട്ടം തിരൂർ കോഴിക്കോട് റോഡിലെ ഒരു പ്രധാന ഭാഗമാണ് തിരൂർ പരപ്പനങ്ങാടി കടലുണ്ടി റോഡ്. ഭാരവാഹനങ്ങൾ ഉൾപ്പെടെ ദീർഘദൂര വാഹനങ്ങൾ കടന്നു പോകുന്ന ഈ റൂട്ടിലെ ഒരു പ്രധാന പാലമാണ് ദേവദാർ ROB. എറണാകുളം കോഴിക്കോട് ദൂരം ഗണ്യമായി കുറക്കുന്ന ചെമ്പ്രവട്ടം തിരൂർ കോഴിക്കോട് പാതയാണിത്. ഈ പാലത്തിന്റെ ശോചനീയാവസ്ഥ പാലം കാണുന്ന അതിലൂടെ സഞ്ചരിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാവും. എന്നാൽ അത് പരിഹരിക്കാനായിട്ട് ചുമതലപ്പെട്ടവരാരാണോ അവർക്ക് ഇതുവരെ ഇത് കാണാനായി സാധിച്ചിട്ടില്ല. പാലത്തിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് പല ജനകീയ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും സംഘടിപ്പിച്ചിരുന്നെങ്കിലും അവയൊന്നും ഇതുവരെ പരിഗണിക്കപ്പെട്ടിട്ടില്ല. അപകടകരമായ രീതിയിൽ പാലത്തിന്റെ സുരക്ഷയെയും ഈടിനെയും ഉറപ്പിനെയും പ്രതികൂലമായി ബാധിക്കുന്ന രീതിയിൽ പാലത്തിൽ വൻ വിടവുകളും കുഴികളും രൂപപ്പെട്ടിട്ട് മാസങ്ങൾ പലത് കടന്നുപോയി. കാലയളവിനിടെ അനവധി ഇരുചക്ര വാഹനങ്ങളും യാത്രക്കാരും മറ്റും അപകടകരമായ രീതിയിൽ കുഴിയിൽ ചാടി വൻ അപകടങ്ങളിൽ നിന്നും തലനാരിഴക്ക് രക്ഷപ്പെട്ടിട്ടുണ്ട്. ഹെവി ഭാരവാഹനങ്ങൾ കടന്നു പോകുമ്പോൾ പാലത്തിലെ സ്ലാബുകൾക്കിടയിലെ വിടവുകൾ കടക്കുമ്പോഴും പാലത്തിലുണ്ടാവുന്ന ശബ്ദവും ജർക്കിങ്ങും വളരെ ദൂരെ വരെ കേൾക്കാവുന്നതാണ്. പാലത്തിലുള്ള കുഴികൾ അടക്കുന്നതിനോ സ്ലാബുകൾക്കിടയിലെ വിടവുകൾ പരിഹരിക്കുന്നതിനോ വേണ്ട ഒരു നടപടിയും ഇതുവരെ എടുത്തിട്ടില്ല. അപകടങ്ങൾ പതിയിരിക്കുന്ന കുഴികളും വിടവുകളും പരിഹരിച്ച് പാലം കൃത്യമായി പരിപാലിച്ചില്ലെങ്കിൽ അത് പാലത്തിൻ്റെ ഉറപ്പിനെയും ഈടിനെയും കുറക്കും. പാലത്തിന് വളരെ പെട്ടെന്ന് ബലക്ഷയം വരുത്തുന്നതിനും ഇത് കാരണമാകും. പാലത്തിലെ കുഴികളും വിടവുകളും കാരണം നിരവധി വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നുണ്ടെങ്കിലും അതൊന്നും അധികൃതരുടെ കണ്ണു തുറപ്പിക്കാൻ പര്യാപ്തമല്ല. ദൗർഭാഗ്യകരമായ എന്തെങ്കിലും ഒന്ന് സംഭവിക്കാനായി കാത്തിരിക്കുകയാണ് നമ്മുടെ അധികാരികൾ. എന്നാൽ മാത്രമേ അവരുടെ കണ്ണു തുറക്കൂ. പാലത്തിലെ യാത്ര ഇത്ര മോശമാണെങ്കിലും ഇവിടെ ടോൾ പിരിവ് നടത്തപ്പെടുന്നുണ്ട്. ടോൾ പിരിക്കുന്നവർക്കോ പിരിക്കാൻ അനുമതി കൊടുത്തവർക്കോ പാലത്തിൻ്റെ സുരക്ഷയിലും പാലത്തിൻ്റെ മെയിൻ്റനൻസിലും ഒരു ഉത്തരവാദിത്തവും ഇല്ല. താൽക്കാലികമായി കുഴികൾ അടക്കുന്നതിനും പൊട്ടിപ്പൊളിഞ്ഞ കോൺക്രീറ്റ് ഭാഗം കോൺക്രീറ്റ് ചെയ്യുന്നതിനും ദ്രുതഗതിയിൽ നടപടികൾ എടുത്തില്ലെങ്കിൽ ഒരുപക്ഷെ നമ്മെ കാത്തിരിക്കുന്നത് നമ്മെല്ലാം കേൾക്കേണ്ടി വരുന്നത് നല്ലതല്ലാത്ത ഒരു വാർത്തയായിരിക്കും.